ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. കുറേ ദിവസമായി നോമ്പായൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. നോമ്പിന് എന്താ പറയാൻ ഞാൻ വിചാരിക്കുന്നു, നോമ്പിനിങ്ങനെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഇതെങ്ങനെ ഇടാൻ. ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. കാരണം ഈ വീഡിയോ ഇടലും എഡിറ്റ് ചെയ്യലും അത് അപ്ലോഡ് ചെയ്യലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ പണിയും കുട്ടികളും ആളും അവസ്ഥയിലുള്ളവരും നോമ്പ് തുറയിലുള്ളവരും എന്തായാലും വീഡിയോനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ എന്താണെന്ന് ചെയ്യാൻ, എല്ലാ പണിയെടുക്കുമ്പോൾ എല്ലാത്തിനും വീഡിയോ എടുത്തിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് വീഡിയോ ഞാൻ വിചാരിച്ചു നമുക്ക് സൗകര്യമുള്ളവരും വോയിസ് ഓവർ കൊടുത്തിട്ട് പറയാമല്ലോ, അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഇത്. അപ്പോൾ ഇന്ന് നോമ്പ് 6 എത്ര വേഗം നോമ്പ് ഇങ്ങനെ കഴിയുന്നതല്ലേ. 6 നോമ്പ് എത്തിയത് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ട് എനിക്ക്. കാരണം മാസം കാണുന്ന ഇന്ന് നോമ്പാന്നെല്ലാം പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തലേന്ന് വരെ നമുക്ക് ആ ഒരു ഫീലൊന്നും തോന്നില്ല നോമ്പാന്നുള്ളതല്ലേ. പിറ്റേന്ന് നോമ്പ് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ചേഞ്ച് വരുന്നില്ല. നോമ്പിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും നോമ്പിൻ്റെ ആ ഒരു എന്താ പറയാൻ ഫീലിങ്സ് എല്ലാം നമ്മൾക്കും പ്രകൃതിയും മൊത്തം ഒന്ന് ചേഞ്ചായി വരുന്നില്ലേ നോമ്പിന്. അതൊരു വല്ലാത്തൊരു തന്നെ അല്ലേ. പിന്നെ അതിൻ്റെ തലേന്ന് വരെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോമ്പിൻ്റെ ആ ഒരു ഉണർവും ഉത്സാഹവും മൊത്തം ലോകം മൊത്തം അങ്ങനെ അതിൻ്റെ ആ ഒരു ഉണർവിലായിരിക്കും. നമ്മൾ വീടും നാടും പിന്നെ പരിസരവും ലോകവും മൊത്തം നോമ്പിൻ്റെ ആ ഒരു ഉത്സാഹത്തിലും ആ ഒരു ഫീലിങ്സ് ഭയങ്കര രസമാണ് അത്. പിന്നെ ഞാൻ വിചാരിക്കും അത് തലേന്ന് വരെ ഇങ്ങനൊന്നും ഇല്ലല്ലേനു, പെട്ടെന്ന് ആ ചേഞ്ച് ആവുന്നത് എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് തോന്നൽ. അന്നേരം നമുക്ക് പ്രകൃതി പോലും നോമ്പിനെ വരവേറ്റിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഒരു നോമ്പിൻ്റെ ഒരു ഇത് വേറെ തന്നെയല്ലേ. എനിക്കങ്ങനെയാണ് തോന്നൽ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാനറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ നോമ്പോറിൻ്റെ സമയത്തുള്ള ആ ഐറ്റംസെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിസ്കാരവും കാര്യവും ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയത്തെ ഇത് എല്ലാവർക്കും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. അധികം ആൾക്കാരും ഇത് കേട്ടാൽ പിന്നെ എന്നെ പറ്റി എന്താ കരുതാമെന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ സാധാരണ നമ്മൾ നോമ്പ് വരേണ്ടത് മാത്രമേ ഉണ്ടാക്കൂ 4 മണിക്ക് ശേഷം. അതിപ്പോൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ഒന്നും അധികം അങ്ങനെ ഉണ്ടാക്കേണ്ട, അങ്ങനെ കഴിക്കാൻ അങ്ങനെ ആളൊന്നും ഇല്ല. കുട്ടികളൊന്നും അങ്ങനെയൊന്നും കഴിക്കൂല, ഈ എണ്ണയിൽ പൊരിച്ചൊന്നും. എൻ്റെ ഹസ്ബൻഡും കഴിക്കൂല. എനിക്കും പിന്നെ എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചാൽ, ജ്യൂസ് തന്നെ കുടിച്ചാൽ പിന്നെ നമ്മൾ വയറ് പൊട്ടുന്ന പോലെ ഫുള്ളായിട്ട് ഉണ്ടാവാൻ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് വായിലിട്ടാലായി, പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ വേഗം നിസ്കരിക്കാനങ്ങ് പോയി, പിന്നെ ഓതി, പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത്, പിന്നെ ഒന്ന് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളും നമ്മളും വീട്ടിൽ ഉമ്മയും ഉണ്ടെങ്കിൽ ഉമ്മാനോടെല്ലാം സംസാരിച്ച് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. എന്നിട്ട് നമ്മൾ രാത്രി പക്ഷെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കും. രാത്രി നമ്മൾ പിന്നെ ഫുഡിന് ഇന്നതാ ഉണ്ടാക്കാനെന്നുള്ള പ്ലാൻ ചെയ്ത് അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനെല്ലാം നടത്തി വെക്കും. പക്ഷേ ശരിക്കുള്ള അതിൻ്റെ പണിക്കിറങ്ങാൻ മഗ്‌രിബ് നിസ്കരിച്ച് അതിൻ്റെ ഇവിടെ ഞാൻ വിചാരിക്കുന്ന ഈ ലോകത്ത് ഞാനായിട്ടേ ഉള്ളൂ ഇങ്ങനെ. കാരണം എല്ലാവരും ഉണ്ട് എന്നോടിക്കും എനിക്ക് ക്ഷീണം ഇല്ലേന്നല്ലോ. പക്ഷെ എനിക്ക് ക്ഷീണം നോമ്പ് എടുത്തിട്ട് പണിയെടുക്കാനാണ്. നോമ്പ് പിന്നെ തുറന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് എല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പണിയെടുത്തോളും, എത്ര വേണമെങ്കിലും പണിയെടുക്കും ഞാൻ. പിന്നെ അപ്പോൾ നമ്മൾ അതിന് ഇബാദത്തിന് കുറച്ച് കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ഞാനും അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് കിച്ചണിലേക്ക് ഇറങ്ങുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ആദ്യം അതിൻ്റെ പ്ലാനിങ് നടത്തി വെക്കുന്നുണ്ടും നമ്മൾ അതിൻ്റെ എല്ലാം ഒരുക്കി വെക്കുമ്പോൾ പിന്നത് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് വലിയൊരു പണിയൊന്നുമില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി പക്ഷേങ്കിൽ ഇതിപ്പോൾ എന്താ പറയാൻ, നമ്മളെ പിന്നെ വീട്ടിലെ ആണുങ്ങളെല്ലാം കുട്ടികളെല്ലാം പുറത്ത് പള്ളിയിൽ പോയി തറാവിയെല്ലാം നിസ്കരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് റെഡി ആയിരിക്കും ടേബിൾ മേൽ. അതൊരു 10 മണിക്ക് മുമ്പായിട്ട് തന്നെ ഫുഡ് നിസ്കരിച്ച് വരുമ്പോഴത്തേക്കെല്ലാം റെഡിയായി ടേബിളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എപ്പോഴും. പക്ഷേ എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലും വീട്ടിലും ഒന്നും ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം, എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പണിയെടുക്കാൻ പറ്റുന്നതെന്ന് എന്നോട് ചോദിക്കും. പിന്നെ അതങ്ങനെയാണ്, എനിക്കങ്ങനെ അന്നേരം ഉണ്ടാക്കുന്നത് തന്നെ ഇഷ്ടം. അന്നേരം ഒരു ഉണർവ് വരും. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണർവ് പ്രത്യേകം വരികയും ചെയ്യും. ഭയങ്കര ക്ഷീണമായിരിക്കും നോമ്പ് തുറന്ന പാട്, അത് വേറെ കാര്യം. ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. പക്ഷെ ആ ക്ഷീണമെല്ലാം തീർത്ത്
എല്ലാം കഴിഞ്ഞാലില്ല നമുക്കൊരു കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, കിച്ചണിൽ ഇറങ്ങിയിട്ട് ഞാൻ പണിയെടുക്കും. അങ്ങനെ ഇതാ ഇന്ന് ഞാൻ നല്ല ഫിഷ് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ പിന്നെ ചിക്കന്, ബീഫ്, മട്ടന് ഇതെല്ലാം വെച്ചിട്ടുള്ള മന്തി ഉണ്ടാക്കാൻ. എല്ലാവരും ഫിഷ് മന്തി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അടുത്ത് നമ്മളിപ്പോൾ തലോമ്പിനെ ഫിഷും ചിക്കനും മട്ടനെല്ലാം വാങ്ങി വെക്കുമല്ലോ കുറച്ച് ദിവസത്തേക്കുള്ളത്. ആ കൂട്ടത്തിൽ ഫിഷ് കിട്ടിയാലോ ഇതിനെ കൊണ്ടൊരു മന്തി വെച്ചാലോ ഒരു വെറൈറ്റി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നറിയേണ്ടിയിട്ട് ഞാൻ വെറുതെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാലോ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഫിഷ് മന്തിൻ്റെ റെസിപ്പീസ്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ തന്നെ സാധാരണ നമ്മൾ ചിക്കനും ബീഫെല്ലാം വെക്കുന്ന പോലെ തന്നെ വലിയൊരു മാറ്റമൊന്നുമില്ല. അത് ഫിഷ് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ ഫിഷ്. അങ്ങനെ ഫിഷിൻ്റെ മന്തിൻ്റെ പണി തുടങ്ങി. ഇതാ ഞാൻ ഫസ്റ്റിൽ തന്നെ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കവും പിന്നെ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സാധാ മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ സെല്ലാ റൈസ് നമ്മളെ വീട്ടിലെപ്പം പിന്നെ സ്റ്റോക്കായിരിക്കും. പിന്നെ നമ്മളെ വീട്ടിൽ സാധാരണ കൈമ റൈസിൻ്റെ അങ്ങനെ വെക്കലൊന്നുമില്ല. അതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം, എൻ്റെ ഹസ്ബൻഡിനും കുട്ടിക്കും എല്ലാം ഇഷ്ടം ഈ ഒന്നുകിൽ ബസ്മതി റൈസ് അല്ലെങ്കിൽ സെല്ലാ റൈസിനെ കൊണ്ടുണ്ടാക്കുന്ന ചോറാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല, ഉമ്മാക്കും എൻ്റെ അടുത്ത് അനിയത്തിയൊക്കൊന്നും. അവരെല്ലാം വീട്ടിൽ വന്നാൽ ഈ നീളമുള്ള അരി കൊണ്ടുള്ള ചോറ് നമുക്ക് വേണ്ടാന്ന് തന്നെ പറയും. അപ്പോൾ അവരൊന്നും വരുന്ന ദിവസം ഞാൻ ഇത് ഉണ്ടാക്കിയില്ല. സാധാരണ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള നേരിയരിൻ്റെ ചോറ് തന്നെ ഉണ്ടാക്കാൻ. പക്ഷെ നമ്മൾ മക്കളും ഞാനും ഹസ്ബൻഡും മാത്രമാകുമ്പോൾ നമ്മൾ ഈ റൈസ് കൊണ്ടുള്ള ചോറ് ഉണ്ടാക്കാൻ. പിന്നെ അങ്ങനെ ഇത് എനിക്കിഷ്ടം ഈ റൈസിൻ്റെ ചോറ്. അപ്പോൾ മന്തി സാധാരണ പ്രോസസ്സിങ് തന്നെ മറ്റേ മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫിഷ് നമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്നിട്ട് എടുത്ത് മാറ്റി വെച്ച് അതിനുശേഷം നമ്മളിതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ചാർക്കോൾ ഇട്ടിട്ട് ഇതാക്കണമെങ്കിൽ സ്മോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. സാധാരണ പോലെ തന്നെ ദമ്മിട്ട് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ദമ്മിന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാലും അത് തുറക്കുള്ളൂ. അവരെല്ലാം വരുമ്പോഴത്തേക്ക് തന്നെ തുറന്നിട്ട് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ മന്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ്. പിന്നെ കാണാനും സൂപ്പറാണ്, തിന്നാൻ അതിലും സൂപ്പറാണ്. തിന്ന് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ആദ്യം എടുത്ത വീഡിയോ ആണല്ലോ. അപ്പോൾ തിന്നാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ആ ഫിഷിൻ്റെ ഒരു ടേസ്റ്റും മന്തിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി നല്ല രസമുണ്ട് കഴിക്കാൻ. എനിക്കും ഇഷ്ടമായിന്, കുട്ടികൾക്കും ഇഷ്ടമായിന്, ഹസ്ബൻഡിനും ഇഷ്ടമായിന്. ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. ചിക്കൻ്റെ ബീഫ് മന്തിയാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മട്ടനാണ് ഇഷ്ടം. അപ്പോൾ മട്ടനും ഉണ്ടാക്കും, ബീഫും നമ്മൾ അധികം ഉണ്ടാക്കാൻ ചിക്കനേക്കാളും. ചിക്കനും കുട്ടികൾക്കും ചിക്കനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ഫിഷ് മന്തി ഇവിടെ റെഡിയായി. അടിപൊളിയല്ലേ കാണാൻ? ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ പറ്റുമ്പോൾ പിന്നെ സമയമുള്ളൊരു നോമ്പിന് വീഡിയോ എടുക്കാനുള്ള പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് തെറ്റൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. നമ്മളെ ഇബാദത്തെല്ലാം കഴിഞ്ഞ് നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളെ കടമകളെല്ലാം നിർവഹിച്ച് നമ്മളെ റെസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മളെ പിന്നെ വീട്ടിലിപ്പോൾ എൻ്റെ ആങ്ങളമാരെല്ലാം ചിലപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിന് അങ്ങനെ വരില്ല. എല്ലാവരും അവരവരെ വീട്ടിലാണ് ഉണ്ടാവാൻ. സ്വന്തം വീടെടുത്ത ആൾക്കാരല്ല. അപ്പോൾ അധികവും നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് അവരെല്ലാം വരാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മ ഉള്ളതുകൊണ്ട് എവിടെയോ ഉമ്മ ഉള്ളത് ആ വീട്ടിൽ അവരും വരാൻ. അപ്പോൾ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആങ്ങളമാരെല്ലാം ഇങ്ങെത്തും. അപ്പോൾ അവരോട് കുറേ സമയം സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം റെഡിയാക്കി നിർബന്ധിച്ച് അവരെ എന്തെങ്കിലും കഴിപ്പിച്ചിട്ടേ വിടലുള്ളൂ. അധിക ദിവസവും അവർ കഴിച്ചിട്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ചൂടോടെ നല്ല ഫ്രഷോട് കൂടി കിട്ടുകയും ചെയ്യുമല്ലോ. ആദ്യം ആക്കി വെച്ചാൽ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചൂടോടെയുള്ള ഫുഡ് കിട്ടില്ലല്ലോ, ആറി തണുത്തതല്ലേ ഉണ്ടാവാൻ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെ ആക്കിയിട്ട് അന്നേരം ആക്കിയിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ട് ഈ ഫുഡിൻ്റെ പണി തുടങ്ങാൻ. പിന്നെ എന്താ പറയുക, ഈ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ
വിശേഷങ്ങൾ കൂടുതൽ പറഞ്ഞിട്ട് കുക്കിങ് എന്താ പറയുക, അതിൻ്റെ റെസിപ്പിയായിട്ട് മെയിനായിട്ട് കുക്കിങ്ങിൻ്റെ ഒന്നും പറഞ്ഞില്ല. റെസിപ്പിയോ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ എനിക്കെപ്പോൾ അങ്ങനെയാണ്, എനിക്ക് സാധാരണ കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി അതുമാത്രം പറഞ്ഞ് മെയിനായിട്ട് അതുമാത്രമുള്ള പറയണമെന്നെല്ലാം ഉണ്ടാവും. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വിശേഷങ്ങളായിരിക്കും കൂടുതൽ എൻ്റെ വായിന്ന് വരാൻ. കുക്കിംഗ് അവിടെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് പറഞ്ഞത് കുക്കിംഗ് വീഡിയോ ആണെന്നെങ്കിലും വിശേഷങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞ് ഞാനെൻ്റെ എന്താ പറയുക വീഡിയോ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ എന്തെങ്കിലും കുക്കിങ്ങും വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഇനിയും ഞാൻ വരും. ഓക്കെ, അസ്സലാമു അലൈക്കും.